വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കശുവണ്ടി അഴിമതി കേസിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. പ്രതിക്ക് ഉത്തരവിന്റെ പകർപ്പ് നൽകിയത് മനഃപൂർവ്വമെന്ന വിമർശനം. അഴിമതിക്കാരെ ഒഴിവാക്കി നിയമനം നടത്താൻ ശ്രദ്ധിക്കണമെന്നും ഹൈക്കോടതി അഴിമതിക്കാർ സർക്കാരിനെ കളങ്കമേൽപ്പിക്കുന്നെന്നും ഹൈക്കോടതി വിമർശിച്ചു. ഉത്തരവ് ചോർന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി KM ഷബ്ന ചേരുകയാണ്. ഷബ്ന, ഈ വിഷയത്തിൽ വീണ്ടും വിമർശനം ഉന്നയിക്കുകയാണ് ഹൈക്കോടതി. രജീഷ്, തീർച്ചയായും. കാരണം ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകുന്നത് ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നായിരുന്നു. മുൻ സർക്കാരുകൾ 3 തവണ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോടതി ഇതിൽ കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ലെങ്കിൽ വ്യവസായ സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന് കോടതി പറയുകയും സെക്രട്ടറിയെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സർക്കാർ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത്. ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകുമ്പോൾ INTUC നേതാവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിന്റെ പകർപ്പുമായിട്ടാണ് പ്രതിയായ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇത്തരത്തിൽ സർക്കാർ ഇറക്കിയ ഈ ഉത്തരവ് അത് പ്രതിക്ക് നൽകിയത് എങ്ങനെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രതി തന്നെയാണോ ഈ ഉത്തരവ് തയ്യാറാക്കിയത് എന്ന് കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇത് ഗുരുതരമായ കൃത്യവിലോപമാണ്, സർക്കാർ ഈ രീതിയിൽ പെരുമാറരുത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ കേസ് വീണ്ടും വരുമ്പോഴാണ് വീണ്ടും കോടതി ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത്. പ്രതിയായ ആൾക്ക് എങ്ങനെയാണ് ഈ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ രീതിയിൽ സർക്കാരിന് കളങ്കം ഉണ്ടാക്കും എന്നാണ് കോടതി പറയുന്നത്. എങ്ങനെയാണ് ഈ പ്രതിക്ക് ഉത്തരവ് ലഭിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്നാണ് സർക്കാർ ഇന്നിപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്.